ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി വൈബ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 1, പീലീസ് വില്ലേജ്. Hey friends, our summer holidays are about to end. Before that, Peely has invited her classmates to her village. Peely's 4 friends are getting prepared for the trip to the village. Don't you also like to travel? Shall we also go to Peely's village? പീലിയുടെ ഗ്രാമം. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കുവാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ബിഫോർ ടു അവർ ട്രിപ്പ്. I am Neenu. I move around on a wheelchair. My home is at Government Officer's Cottage near the city. I have a younger brother also. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്ക് ഒരു അനിയൻ കൂടിയുണ്ട്. My name is Appu. My house is in a slum in the city. I have only Amma at home. My Amma is a worker in a textile mill. എൻ്റെ പേരപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. My name is Vicky. I live in a apartment in the city. My papa is a businessman. My mom runs her own textile shop. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. I am Chamli. We are natives of Assam. My ma, papa and I have been living in Kerala for many years. We came to Kerala when I was 5 years old. We live in a place where people from other states live together. ഞാൻ ചാംലി. ഞങ്ങൾ ആസാം സ്വദേശികളാണ്. ഞാനും അമ്മയും പപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അടുത്തതായി ഒരു ആക്ടിവിറ്റിയാണ് നൽകിയിരിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് എ 5th person in the group by drawing your picture. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തു. അടുത്തതായി, ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. മോസ്റ്റ് ഓഫ് ദം കം ടു ഫെമിലിയേഴ്സ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ദ ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. Their children are being educated in public schools as Kerala. Thus, Chamli is also studying in Kerala. Chamli called Bog's mother and father Ma and Papa respectively. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചാംലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അമ്മ എന്നും പാപ്പ എന്നുമാണ് ചാംലി അമ്മയും അച്ഛനെയും വിളിക്കുന്നത്. അടുത്തതായി ഒരു ആക്ടിവിറ്റിയാണ് നൽകിയിരിക്കുന്നത്. ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്? ട്രൈ ടു ക്രിയേറ്റ് ആൻ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ ബൈ ആഡിങ് യുവർ ഹോബീസ്, ലെക്ചർ ടൈം ആക്ടിവിറ്റീസ്, വിഷസ് ആൻഡ് ഡ്രീംസ് എലോങ് വിത്ത് ദ ഇൻഫോർമേഷൻ you have already mentioned. Your teacher will also help. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവാക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായവും ഇതിനുണ്ടാവും. അടുത്തതായി, ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. യാത്രയ്ക്കൊരുങ്ങാം. ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ്
which we have been longing for a long time. At last, we are living today. I tried really hard to get permission from home. You know that I don't go in everywhere. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പപ്പ ആൻഡ് മമ്മി reluctantly let me go. They don't allow me to go to places far away alone. I have to struggle hard to get consent. You are the only friends I have here. Mummy has strictly asked me not to eat anything from there. പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. Me is always scared me is always scared whenever I go. Most of the peoples have keep a distance while declaring with us. I have told Peels about this. She has assured that no one in her village will keep distance. That's why I am coming. ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അമ്മ didn't object to. I am worried that she will be alone at home when I go. Anyone, it's just for a day. It will be all right. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോവുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അടുത്തൊരു വർക്കാണ് തന്നിട്ടുള്ളത്. Aren't you also ready to travel with them? Don't you too have some concerns? Draw yourself before and write your thoughts here. നിങ്ങളും ഇവർക്കൊപ്പം യാത്ര ഒരുങ്ങിയിരിക്കുകയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. How did these friends become so close even when they hail from different backgrounds? Imagine the situations in which they became friends. Present a role play in a class. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. Don't we make some preparations before every trip? We also got mentally prepared based on our destination, purpose and mode of transport. Don't our thoughts also come along with the things in the bag which we set for the trip? Let's see what they carry in their bags. യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്കൊരുങ്ങുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. Will others set me aside? മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്നായിരിക്കും നമ്മുടെ ചിന്തയിൽ വരുന്നത്. Will അമ്മ be alone? അമ്മ ഒറ്റയ്ക്കാകുമോ എന്നാണ് അപ്പുവിൻ്റെ ചിന്ത. Can I visit all sites there? എല്ലായിടത്തും പോകാനാകുമോ എന്നാണ് ചാമിലിയുടെ ചിന്ത. Will there be facilities of the city? നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ എന്നാണ് വിക്കിയുടെ ചിന്ത.